ഹായ് നമസ്കാരം. എല്ലാവരും CTET എക്സാമിന് അപ്ലൈ ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവരും ഉണ്ടാവും. അപ്പോൾ CTETൻ്റെ പുതിയ ഒരു പബ്ലിക് നോട്ടീസ് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ എക്സാം ഡേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതിന് മുന്നേ നമുക്കറിയാം CTETൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് December 1 അല്ലേ, December 1 എക്സാം നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് കാരണം ആ December 1 എന്നുള്ളത് നേരെ December 15 റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ December 15 ഞായറാഴ്ച ആണ് എക്സാം നടക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ 2-3 കാര്യം കൊണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമുക്കറിയാം ഏകദേശം 136ഓളം സിറ്റികളായിട്ടാണ് ഈ ഒരു 20th എഡിഷൻ CTET എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും സിറ്റികളിൽ പ്രതീക്ഷിച്ചതിലും അധികം കാൻഡിഡേറ്റ്സ് അപ്ലിക്കൻസ് വരുവാണെങ്കിൽ എന്തായിരിക്കും, അത് 14 തീയതി December 14 കൂടെ എക്സാം നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് November 30 December 1 അല്ലേ. അതുപോലെ തന്നെയാണ് ആളുകൾ കൂടുവാണെങ്കിൽ December 14 കൂടെ എക്സാം ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളൊന്നും മാറ്റില്ല. നമുക്കറിയാം September 17 മുതലാണ് CTET അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് അവിടെ ഓപ്പൺ ചെയ്ത് വന്നത്. നിങ്ങൾക്ക് അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് October 16 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള അതിലൊന്നും മാറ്റങ്ങളില്ല. ആകെ ഡേറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. December 1 എന്ന് പറഞ്ഞത് December 15 മാറ്റി. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ഒന്ന് CTET കൂടെ അപ്ലൈ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും CAT എക്സാമും അതേ സമയത്ത് തന്നെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കുന്നുണ്ട്. ഒരു വർഷം നമുക്ക് CTET കിട്ടുവാണെങ്കിൽ CAT കാറ്റഗറി 1, 2 ഒക്കെ ഒഴിവായി കിട്ടും. ആ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ചെയ്യുക. ഓക്കെ, താങ്ക് യു.